എന്നാൽ പ്രശ്നം ഉണ്ടെങ്കിലോ ഒരാൾക്ക് കഴിയൂല, നിൽക്കാൻ കഴിയൂല, അതുകൊണ്ടാണ് അദ്ദേഹം ഇരുന്നിട്ട് നിസ്കരിക്കുന്നതെങ്കിലോ അയാൾക്ക് മുഴുവൻ കൂലിയാണ്. അത് അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹു നൽകിയ എളുപ്പമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പോയി, മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോവാൻ. അപ്പോൾ കൂടെയുള്ള സഹാബിമാരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് തറക്തും ബിൽ മദീനത്തി അഖ്വാമ, മദീനയിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഓര് നിങ്ങളെ കൂടെ പോന്നിട്ടില്ല, നമ്മളെ കൂടെ തബൂക്കിലേക്ക് പുറപ്പെട്ടിട്ടില്ല, ഒരു മദീനയിലാണുള്ളത്. മാ സിർതും മസീറൻ വലാ ഖതഅതും മിൻ വാദിൻ ഇല്ലാ വഹും മഅകും, നിങ്ങളൊരു താഴ്വര കീറി മുറിക്കുമ്പോൾ അവർ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ അവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന അതേ കൂലി ആർക്കും കിട്ടുന്നുണ്ട്, അവിടെ മദീനയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള സ്വഹാബിമാർ ചോദിച്ചു, അല്ല നബിയെ, ഒരു മദീനയിലല്ലേ, ഒരു നമ്മളിപ്പോൾ തബൂക്കിലേക്ക് പോന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവർക്ക് ആ കൂലി കിട്ടുക? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹബസഹുമുൽ മറദ്, അവർക്കെന്താ തടസ്സം? അവർ രോഗികളാണ്. നമ്മളെ കൂടെ തബൂക്കിലേക്ക് പോരാൻ പൂതില്ലാത്തതുകൊണ്ടല്ല, പിന്നെ കഴിയാത്തതുകൊണ്ടാണ്. അവർക്ക് വാഹനമില്ല, യാത്ര ചെയ്യാൻ കഴിയൂല, രോഗികളാണ്. അതുകൊണ്ടാണ് അവർ നമ്മളെ കൂടെ പോരാത്തത്. നമുക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ആർക്ക് കിട്ടുന്നുണ്ട്? അവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ സദസ്സായതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മളെ പ്രിയപ്പെട്ട ഖാദർക്ക നമ്മളെ പള്ളിയിൽ 5 വക്തും ഒന്ന് നിസ്കരിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ രോഗിയാണ്. നിങ്ങളൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ടാകും, സന്ദർശിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ അദ്ദേഹത്തെ പോയി കണ്ട സമയത്ത് അദ്ദേഹം വലിയ സങ്കടത്തോടു കൂടി പറഞ്ഞൊരു കാര്യം, ഒന്നുമില്ല, അവിടെ പള്ളിയിൽ വന്നിട്ട് ഒരു 5 നേരം നിസ്കരിക്കാൻ പറ്റിയാൽ മതി, ആ നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് അദ്ദേഹം പങ്കുവെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ആരോഗ്യമുള്ള സമയത്ത്, കഴിയുന്ന സമയത്ത് നിങ്ങൾ 5 നേരവും പള്ളി വന്ന് നിസ്കരിച്ച ആളാണ്. ഇപ്പോൾ ആ 5 നേരവും പള്ളി വന്ന് നിസ്കരിക്കുന്ന കൂലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്, നിങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരം കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കൂലി നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് നൽകുന്ന എളുപ്പമാണ്. നമ്മൾ കഴിയുന്ന സമയത്ത് ചെയ്തൊരു കാര്യം കഴിയാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? അതേ കൂലി പടച്ചോൻ തരും.